ഹായ് ഗായ്സ്, ദിസ് ഇസ് ജിൻ ജാങ്കോ ഹിയർ. സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു ഐമാക്സിൽ ആദ്യമായിട്ട് പടത്തിന് കയറാൻ പോവാണ്. ഞാൻ വന്നിട്ട് ആദ്യമായിട്ട് ഇപ്പോൾ ലാറ്റ്വിയിൽ ആദ്യമായിട്ടൊരു സിനിമക്ക് പോകുന്നത് F1 എന്ന് പറഞ്ഞ പടം കാണാൻ പോവാണ്. സോ നമ്മളിപ്പോൾ ഇവിടെ അക്രോപോൾ റീഗ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോളുണ്ട്. ഇവിടെ ഐമാക്സ് ഇവിടെയാണ്, അപ്പുറത്താണ് സംഭവം. പിന്നെ ഞാനൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ മാക്സിമം എന്ന് പറഞ്ഞിട്ടുള്ള സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അവിടെ വില കുറഞ്ഞ റാപ്പുകളും ബർഗേഴ്സും കിട്ടും. അപ്പോൾ ആദ്യം ഇത് കഴിച്ചിട്ട് പിന്നെ സിനിമക്ക് പോകാനായിരിക്കും. അപ്പോൾ നമുക്ക് അവിടെ പോവാം. സോ ഗൈസ്, ഞാനിതാ സൂപ്പർ മാർക്കറ്റിലോട്ട് കയറുവാണ്. അകത്തോട്ട് ഇങ്ങനെ കയറുന്നു. ഇതാ ഇവിടെ സൂപ്പർ മാർക്കറ്റിനെ കുറിച്ച് ഞാൻ വേറെ ദിവസം മൊത്തത്തിൽ വീഡിയോ ചെയ്യുന്നുണ്ട്. ഇത് വലിയ സൂപ്പർ മാർക്കറ്റാണ്, മാക്സിമം ഇവിടുത്തെ ടോപ്പ് സൂപ്പർ മാർക്കറ്റിൽ ഒന്നാണ്. ഞാൻ അതവിടെ റെസ്റ്റോറൻറ്റ് ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ഒരു സാധനം മേടിക്കാൻ വേണ്ടി പോവാണ്. സാധനം മേടിച്ച് കഴിക്കാൻ വേണ്ടി ടേബിളിലോട്ട് പോട്ടെ. അപ്പോൾ ഗൈസ്, ഞാൻ ഇവിടെ ഓർഡർ ചെയ്തിട്ട് കാത്തിരിക്കുകയാണ് ഫുഡിന് വേണ്ടി. 3 മിനിറ്റ് ചൂടാക്കി തരാമെന്ന് പറഞ്ഞത്. ഒരു റാപ്പ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിക്കട്ടെ, പെട്ടെന്ന് കഴിച്ചിട്ട് കയറണം. കാരണം ഇപ്പോൾ ഒരു അരമണിക്കൂറും കൂടെ, ഒരു 20 മിനിറ്റ് കൂടെ ഉണ്ടാവും. കാരണം ഞാൻ ഇവിടെ അരമണിക്കൂറുള്ളപ്പോഴാണ് വന്നെത്തിയത്. ഒരു 20 മിനിറ്റ് കൂടെ അതിൻ്റെ ഉള്ളിൽ എന്തായാലും ഒരു പടം തുടങ്ങുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പെങ്കിലും കയറാം. കാരണം ആദ്യമായിട്ടാണ് ഇവിടുത്തെ ഒരു തിയേറ്ററിൽ കയറുന്നത്. നാട്ടിലത്തെ തിയേറ്ററിൻ്റെ എക്സ്പീരിയൻസ് ആയിരിക്കില്ല, വേറൊരു സംഭവമായിരിക്കും കയറുന്ന. ഇവിടുത്തെ റൂൾസും റെഗുലേഷൻസ് ഒക്കെ വ്യത്യസ്തമായിരിക്കും. സോ അത് നോക്കിയിട്ട് വേണം കയറാൻ. അപ്പോൾ പെട്ടെന്ന് കഴിക്കുന്ന ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. പെട്ടെന്ന് വരയ്ക്കുന്നതായിരിക്കുന്നത്. ഒരു 3 മിനിറ്റിനുള്ളിൽ വരും എന്നാണ് പറഞ്ഞത്. സോ കാരണം ഫുഡ് വന്നിട്ട് കാണാം. സോ ഗൈസ്, സാധനം വന്നിട്ടുണ്ട്. തിരിപ്പുണ്ട് ഇതേ ഇങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെയാണ് സംഭവം. ചൂടാക്കിയിട്ടുള്ളതാണ്, കണ്ടോ? ഗ്രില്ലറിൻ്റെ ആ പാടൊക്കെ കണ്ടിരുന്നുണ്ട്. സോ ഗൈസ്, അപ്പോൾ ഞാൻ കഴിച്ചിട്ട് പെട്ടെന്ന് പോട്ടെ, പെട്ടെന്ന് കഴിക്കട്ടെ. സംഭവം സമയമില്ല, കയറാനുള്ള ടൈമായി. ഓക്കെ, ബൈ ഗൈസ്. ഞാൻ അവിടുന്ന് ഇറങ്ങി. സംഭവം ലേറ്റായി പോയി. ഇനി ഒരു 5 മിനിറ്റ് കൂടെ കൊണ്ട് ഞാൻ പെട്ടെന്ന് ഓടട്ടെ. ഞാനൊരു ബ്രെഡും കൂടി, ഗാർലിക് ബ്രെഡും കൂടി മേടിച്ച് ഒന്ന് കഴിക്കാൻ. ഞാൻ പെട്ടെന്ന് തിയേറ്ററിൻ്റെ അകത്തോട്ട് എത്തിയിട്ട് കാണിക്കാം. തിയേറ്ററിൻ്റെ അകത്തോട്ട് കയറുവാണ്. ഇതാണ് ഇവിടുത്തെ ഐമാക്സ്. നമ്മുടെ 5th റോയിലാണ്. പടം ഇപ്പൊ തുടങ്ങും. പടം തുടങ്ങിയിട്ട് എങ്ങനെ കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ കാണിച്ചു തരാം. ഓക്കെ, ബൈ ബൈ. അങ്ങനെ പടം കഴിഞ്ഞ് സംഭവം അത് പെട്ടെന്ന് ഞാൻ പറഞ്ഞ ലേറ്റായി പോയി കയറിയപ്പോൾ പെട്ടെന്നൊന്നും ഐമാക്സ് മര്യാദയ്ക്ക് കാണിക്കാൻ പറ്റിയില്ല. സോ ഞാൻ പെട്ടെന്ന് കയറി. പക്ഷേ പടം തുടങ്ങാൻ കുറച്ച് സമയം എടുത്തു. ഞാൻ ഓടി കയറി സംഭവം. പിന്നെ കുറെ ട്രെയിലറൊക്കെ കാണിച്ചായിരുന്നു ഇവിടെ. ഇനിയിപ്പോൾ ഇപ്പോൾ സൂപ്പർമാൻ അങ്ങനത്തെ കുറെ പുതിയ പുതിയ പടങ്ങളുടെ ട്രെയിലർ കാണിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കയറിയപ്പോൾ ഞാൻ പടം തുടങ്ങിയത്. കാരണം കറക്റ്റും 6:30 ഞാൻ കയറിയത്. 6:30 ഷോ. കറക്റ്റ് 6:30 ഞാൻ കയറിയത്. അപ്പോൾ ഞാൻ പടം തുടങ്ങുന്നു, പക്ഷേ പടം തുടങ്ങിയില്ല. പരസ്യങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സോ പടം കണ്ടു. നൈസ് പടം, കിടിലൻ പടം. എനിക്ക് ഇഷ്ടപ്പെട്ട് സംഭവം. കാരണം എനിക്ക് F1 കുറിച്ചൊന്നും ഒരു കുന്തം അറിയില്ല. F1 കുറിച്ചോ ഒന്നും അറിയില്ല. ഞാൻ ആകെ എനിക്ക് F1 കണ്ട് അതിനെക്കുറിച്ച് അറിയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാൻഡ് ടറിസ്മോ എന്ന് പറഞ്ഞ പടം, അത് കണ്ടായിരുന്നു ഞാൻ. തിയേറ്ററിൽ നിന്നല്ല കണ്ടത്, അത് ഞാൻ OTT നിന്നാണ് കണ്ടത്. OTT വന്നപ്പോൾ സംഭവം കണ്ടത്. പക്ഷേ ആ പടത്തിൽ പക്ഷെ ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ്. ഞാൻ ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഞാൻ അതിൻ്റെ അകത്ത് കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൈക്കിളായിട്ട് മൊത്തത്തിൽ ഒരു കാറിൽ തന്നെ മാറി മാറി ചെയ്യുന്ന സംഭവം കണ്ടത്. പക്ഷെ ഇതിൻ്റെ അകത്ത് 2 ടീം വർക്കാണ്. ആക്ച്വലി ഈ F1 എന്ന് പറയുന്നത് വെച്ചാൽ ടീം വർക്കാണ്. അത് സംഭവം മനസ്സിലായി. ഈ 2 പടത്തിൽ നിന്ന് മനസ്സിലായി ഇതൊരു ടീം വർക്കാണ്. സാധാരണ നമ്മളിപ്പം വണ്ടി ഓടിച്ച് റേസ് ചെയ്ത് ഫസ്റ്റ് അടിക്കുന്ന പരിപാടിയല്ല അത്. ഫസ്റ്റ് അടിക്കുന്ന പരിപാടി തന്നെ. പക്ഷേ ടീം വർക്കായിട്ട് ഒരാൾ ആ ഒരു ട്രാക്കിനെ എങ്ങനെ കൺട്രോൾ ചെയ്യുന്ന, ആ ട്രാക്കിനെ കൺട്രോൾ ചെയ്ത് മറ്റാളെ ജയിപ്പിക്കാൻ, അതായത് ഒരു ടീമിനെ ജയിപ്പിക്കാൻ വേണ്ടി എടുക്കുന്ന എഫോർട്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വ്യക്തമായിട്ട് സംഭവങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് മനസ്സിലായി. പിന്നെ ഷസാം ബ്രോന്റെ ഒരുപാട് റിവ്യൂസ് ഒക്കെ കണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആക്ച്വലി എന്തൊക്കെയോ F1 റൂൾസിനെ ഒബേ ചെയ്യുന്നില്ല, അങ്ങനത്തെ സംഭവം. അതല്ല ആക്ച്വൽ F1 ഇതല്ല, ഇതൊരു ഡ്രമാറ്റിക് സംഭവമാണ്. എന്നാലും സിനിമ എന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഒരു ഗൂസ് ബംസ് ആയിരുന്നു. പിന്നെ ഒന്നാമത് ഐമാക്സ് എക്സ്പീരിയൻസ്. ഈ പടമൊക്കെ എന്തായാലും ഐമാക്സ് പോയി കാണണം. കാരണം ആ ഒരു ഇതിലിരിക്കുമ്പോൾ നമ്മൾ ശരിക്കും ആ ഒരു ഗാലറിയിൽ ഇരുന്ന് ഈ ഒരു റേസിംഗ് കാണുന്നതിൻ്റെ ഒരു എഫക്റ്റ്, ആ ഒരു ജെർക്കും ആ ഒരു വണ്ടി പോകുമ്പോഴുള്ള വൈബ്രേഷൻ എല്ലാം അടിപൊളിയായിരുന്നു സംഭവം. ഓവറോൾ പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാണാൻ പറ്റുന്നവരൊക്കെ അവിടെ ഐമാക്സിലുണ്ടല്ലോ, നമ്മളിപ്പോൾ കൊച്ചിയിലെ ഐമാക്സിലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെയുള്ള ട്രിവാൻഡ്രം ഐമാക്സിലുണ്ട്. കാണാൻ പറ്റുന്നവരൊക്കെ പോയി കാണാം. നല്ല എക്സ്പീരിയൻസ് ആണ്. നല്ല കിടിലൻ പടമാണ്. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ലാറ്റ്വിയിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഞാനൊരു സിനിമക്ക് ഇവിടെ തിയേറ്ററിൽ പോയി കാണുന്നത്. സോ ഇറ്റ് വാസ് വർത്ത് ഇറ്റ്.
അടിപൊളി. സോ ഗൈസ്, നേരത്തെ കയറുമ്പോൾ കാണിക്കാൻ പറ്റിയില്ല. ഇത് ആക്ച്വലി എക്സിറ്റ് ആണ്. എക്സിറ്റ് ചെയ്ത് നിൽക്കുന്ന വഴിയാണ് തിയേറ്ററിൽ. ഇവിടെ തിയേറ്ററിൽ ഇങ്ങനെ മേളിൽ ഓരോ സ്ക്രീനുകളിലൊക്കെ ഷോ ഉണ്ട് കേട്ടോ. ഷോയിലൊക്കെ ഓരോ ഇങ്ങനെ ഡിസ്പ്ലേ ഉണ്ട്. അത്യാവശ്യം നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ അങ്ങനെ വരുന്നത്. ഇതാണ് അകത്തോട്ട് കയറിയിട്ടാണ് ഐമാക്സ് ഉള്ളത്. അപ്പുറത്ത് ഇതേപോലത്തെ സംഭവം ഉണ്ട്. അവിടെ മറ്റേ നമ്മുടെ കാർഡ് കാണിച്ചിട്ട്, അതായത് കാർഡല്ല, നമ്മുടെ QR കോഡ് കാണിച്ചിട്ട് ഇതുപോലെ തുറക്കും. നമ്മുടെ മെട്രോന് കയറി പോകുന്ന പോലെ, കൊച്ചി മെട്രോ കയറി പോകുന്ന ഒരു പരിപാടി തന്നെയാണ് ഇവിടെ നമുക്ക് കാണുന്നത്. സംഭവം ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി അടുത്ത സൂപ്പർമാനൊക്കെ വരുന്നുണ്ട്. സൂപ്പർമാനൊക്കെ ഒന്ന് കാണണമെന്നുണ്ട് ഐമാക്സിൽ. ഐമാക്സ് നല്ല എക്സ്പീരിയൻസ്. ഞാൻ ഐമാക്സിൽ നാട്ടിൽ കാണുന്നത് ആദ്യം കാണുന്നത് അവതാർ മാത്രം കണ്ടിട്ടുള്ളൂ. ഞാൻ ഐമാക്സ് ആകെ ഒരു എക്സ്പീരിയൻസ് അത് മാത്രമാണ്. പിന്നെ ഞാൻ ഇവിടെ വന്ന് കാണുന്നത്. ഇവിടെ നോർമൽ തിയേറ്ററിൽ പോയിട്ടില്ല. ഇവിടെ പിന്നെ നമുക്ക് ഇത് എമ്പുരാൻ റിലീസ് ഉണ്ടായിരുന്നു, തുടരും റിലീസൊക്കെ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ചില മലയാള സിനിമകൾ വരാറുണ്ട്. പക്ഷെ അതിനൊന്നും നമുക്ക് ഇതെനിക്ക് ആക്ച്വലി ഓഫറിന് കിട്ടിയതാണ്. എൻ്റെ ഐസക് കാർഡ് എന്ന് പറയുന്ന കാർഡുണ്ട്, ഇന്റർനാഷണൽ സ്റ്റുഡൻറ് കാർഡ്. അപ്പോൾ അതിന് നമുക്ക് 50% ഓഫിന് കിട്ടും എല്ലാ വ്യാഴാഴ്ചകളും. ഓരോരോ ഇത് അപ്പോളോ കിനോ എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടുത്തെ ഉള്ളത്. പിന്നെ വേറെ ഫോറം സിനിമാസ്, അങ്ങനെ ഓരോരോ കോംപ്ലക്സുകളുണ്ട്, സിനിമയുടെ തിയേറ്റർ കോംപ്ലക്സ്. അപ്പോൾ അങ്ങനെ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ഓരോരോ ഓഫർ ഉണ്ടാവും. അങ്ങനെ എനിക്ക് 50% ഓഫിന് കിട്ടിയത്. ഇനി ഓഫ് കിട്ടും എനിക്ക്. 1 ഇയർ വാലിഡിറ്റി ഉണ്ട് ആ കാർഡിന്. ഇനി അടുത്ത് സൂപ്പർമാനെ കാണണമെന്നുണ്ട്. പിന്നെ അങ്ങനത്തെ നല്ല നല്ല പടങ്ങൾ, ഇപ്പോൾ മാർവലിലെ പടങ്ങൾ വരുമ്പോൾ വന്ന് കാണണമെന്നുണ്ട്. പിന്നെ നമുക്ക് കാണാൻ തോന്നുന്നു നല്ല ഇങ്ങനത്തെ പടങ്ങളൊക്കെ നല്ല എക്സ്പീരിയൻസ് പടങ്ങളാണെന്ന് നമ്മൾ റിവ്യൂ വരുന്ന പടങ്ങൾ. പക്ഷേ നാട്ടിൽ ഞാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, എൻ്റെ മുമ്പത്തെ വീഡിയോസ്, പഴയ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഞാൻ ഫിലിം റിവ്യൂസ് ചെയ്തായിരുന്നു. എല്ലാ പടവും ഞാൻ പോയി കണ്ടുകൊണ്ടിരിക്കുന്നതായിരുന്നു. പിന്നെ ഒരു ടൈമിൽ സ്റ്റോപ്പായി പോയി. പക്ഷെ കാരണം എൻ്റെ ഇൻട്രസ്റ്റുകളിൽ ഒന്നാണ്. ഒന്ന് സിനിമയാണ്, ഒന്ന് ഫുഡാണ്, പിന്നെ ഒന്ന് ട്രാവലിംഗ് ആണ്. ഈ 3 സാധനങ്ങളാണ് എൻ്റെ മൈൻഡിനെ ഒന്ന് ഇവോക്ക് ചെയ്യുന്നത്. അതായത് എനിക്കൊരു മെൻ്റൽ റിലാക്സേഷൻ കിട്ടുന്ന 3 സംഭവങ്ങൾ ഈ 3 സാധനമാണ്. സ്ട്രെസ് വരുമ്പോൾ പോയി ഫുഡ് കഴിക്കുക, അതുപോലെ തന്നെ സിനിമ കാണാം, പിന്നെ ഒന്ന് ട്രാവൽ ചെയ്തിട്ട് പുതിയ സ്ഥലത്തൊക്കെ ഒന്ന് പോയിട്ട് അവിടെ പോയി ഫുഡ് കഴിക്കുക. ഫുഡ് എല്ലാതും ബന്ധപ്പെടുത്തി കിടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. സോ ഇനി അടുത്ത പടങ്ങളൊക്കെ വരുമ്പോൾ കാണണം എന്നുള്ളൊരു സംഭവമുണ്ട്. പിന്നെ ഞാൻ നിങ്ങൾക്ക് അവിടെ ടിക്കറ്റ് എടുക്കുന്ന സംഭവമുണ്ട്. ഞാൻ ഓൺലൈനാണ് ടിക്കറ്റ് എടുത്തത്. ആ ടിക്കറ്റ് എടുക്കുന്ന സംഭവം ഞാൻ ഇവിടെ കാണിച്ചു തരുന്നത്. ഇതാണ് നമ്മുടെ അവിടെ ടിക്കറ്റ് എടുക്കുന്ന സാധനം. നമ്മൾ നാട്ടിൽ പോലെ കൗണ്ടറൊന്നുമില്ല. ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ മുകളിൽ നമുക്ക് ഇംഗ്ലീഷ് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇംഗ്ലീഷ് ആക്കുക. പിന്നെ അപ്പോളോടെ ഇതുണ്ടോ, മെമ്പർഷിപ്പ് ഉണ്ടോ ചോദിക്കുന്നത്. നോ താങ്ക്സ് കൊടുക്കുക. പിന്നെ സിനിമ സെലക്ട് ചെയ്യുക. പിന്നെ F1 ഉണ്ട്. അടുത്ത ഷോ വരുന്ന സെലക്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ ഇത് ചെയ്തിട്ട് പിന്നെ നമ്മുടെ കാർഡ് പേയ്മെൻറ്റ് ചെയ്യുക. പിന്നെ സ്ലിപ്പ് വരും. ആ സ്ലിപ്പ് വെച്ചിട്ട് നമുക്ക് എൻട്രി കൊടുക്കാൻ പറ്റും. അവിടെ എൻട്രി ചെയ്യാൻ പറ്റും. സോ അങ്ങനെയാണ് ഇവിടെയുള്ള പരിപാടികൾ. ഇങ്ങനത്തെ നമ്മുടെ നാട്ടിലത്തെ പോലെ കൗണ്ടറല്ല, മൊത്തം ഓൺലൈൻ പരിപാടികൾ, ക്യാഷ് ആയിട്ട് കൊടുക്കുക. പിന്നെ കൗണ്ടർ ഉണ്ടോയെന്ന് അറിയില്ല എനിക്ക്. കൗണ്ടർ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കാരണം ഇവിടെ മൊത്തം സ്മാർട്ടായിട്ടുള്ള പരിപാടികളാണ്. മറ്റേ നമ്മുടെ കൗണ്ടറിൽ ഇരുന്ന് ടിക്കറ്റ് വെക്കുന്ന പരിപാടി ഇല്ല. ഒന്നെങ്കിൽ ഓൺലൈൻ വഴി, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കൗണ്ടർ വഴി ടിക്കറ്റ് എടുത്തിട്ട് സിനിമ കാണാം. എല്ലാത്തിലും അങ്ങനെ തന്നെയാണ് ഇവിടെ. നമ്മുടെ ചില സാധനങ്ങൾ ഇവിടുത്തെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചില വെബ്സൈറ്റുകൾ കാണുമ്പോൾ ഇവർ ഭയങ്കര പ്രിമിറ്റീവാണ്, ടെക്നോളജിക്കലി ഭയങ്കര ബാക്ക്വേർഡാണ്. പക്ഷെ ഇവരെല്ലാം ടെക്നിക്കലിയാണ്. ഇപ്പൊ നമ്മുടെ യൂണിവേഴ്സിറ്റിയിലുള്ള കേസുകൾ തന്നെ, എന്ത് കേസാണെങ്കിലും മൊത്തത്തിൽ ടെക്നിക്കലിയാണ്. അപ്പൊ എല്ലാം അടിപൊളിയാണ്. ഇവിടെ എല്ലാം പൊളിയായിട്ട് പോകുന്നു. കുഴപ്പമില്ല, നൈസാണ്. പടം ഇഷ്ടപ്പെട്ടു. പടം നല്ലതായിരുന്നു. അങ്ങനെ അതൊരു സമാധാനം. നല്ലൊരു പടം കണ്ട് ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് കാണുന്ന പടം ഒരു നല്ല പടം തന്നെ ആയല്ലോ എന്നൊരു സമാധാനം. എമ്പുരാന് പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എമ്പുരാന് പോകാൻ പറ്റിയില്ല. അത് നല്ല പൈസയായിരുന്നു. അന്ന് 15 യൂറോ. ഇതിപ്പോൾ 5 യൂറോയാണ് എനിക്ക് കിട്ടിയത്. അത് 15. മലയാള സിനിമ ആയതുകൊണ്ട് സ്പെഷ്യൽ ഇവന്റ് പോലെ നടത്തുന്നത്. അതായത് ഇവിടുത്തെ തിയേറ്റേഴ്സ് എടുക്കില്ല മലയാള സിനിമകൾ. ഇങ്ങനത്തെ പ്രൈവറ്റ് ആയിട്ടുള്ള കുറച്ച് പേര് കൂടി എടുത്തിട്ട് ഒരു പ്രൈവറ്റ് ഇവന്റ് നടത്തുന്ന പോലെ അത് എടുത്തിട്ട് അവർ ടിക്കറ്റ് സെയിൽ ചെയ്യും. അപ്പോൾ അവർ 15 യൂറോനൊക്കെ വെക്കുള്ളൂ. ഇന്നത്തെ ഓഫറൊന്നും കിട്ടില്ല. അതുകൊണ്ട് അന്ന് പിന്നെ ഫണ്ടിന്റെ കുറച്ച് ഷോർട്ടേജ് ഒക്കെ കാരണം പോകാൻ പറ്റിയില്ല. ഇനിയിപ്പം നോക്കാം. ഇംഗ്ലീഷ് പടങ്ങളൊക്കെ ഇഷ്ടംപോലെ, ഇവിടെ ഹോളിവുഡ് പടങ്ങളൊക്കെ ഇഷ്ടംപോലെ വരും. അങ്ങനത്തെ പടങ്ങളൊക്കെ കാണണം. സോ പുറത്തോട്ടൊന്ന് ഇറങ്ങട്ടെ. ഞാൻ നോക്കട്ടെ, മാക്സിമം സൂപ്പർ മാർക്കറ്റ് വരെ പോയി നോക്കട്ടെ. കുറച്ച് അരിയൊക്കെ മേടിച്ചാൽ കൊള്ളാമെന്നുണ്ട് ഗൈസ്. പിന്നെ സൂപ്പർ മാർക്കറ്റ് പോകുന്നതിൻ്റെ മുമ്പ് അവിടെ ഇതിൻ്റെ അകത്ത് തന്നെ ഐസ് ഹോക്കി പിള്ളേർ കളിക്കുന്ന സെറ്റപ്പ് ഉണ്ട്. ഇവിടെ ആക്ച്വലി ഈ ഐസ് ഹോക്കി എന്ന് പറയുന്നത് ഇവർക്ക് ഒരു ഐസ് ഹോക്കി അറിയില്ല കളിക്കാൻ, ഐസ് സ്കേറ്റിംഗ് അറിയില്ല എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ക്രിക്കറ്റ് കളിക്കാൻ അറിയില്ല എന്ന് പറയുന്ന പോലെയാണ് സംഭവം. കാരണം അത്രയും ഇവരുടെ ഫേവറേറ്റ് സംഭവമാണ് ഈ ഐസ് ഹോക്കി പരിപാടി. ഇവരത്രയും ചെറുപ്പം മുതലേ അവർക്ക് ശീലമുള്ള സംഭവമാണ് ഈ ഐസിൽ സ്കേറ്റ് ചെയ്തുള്ള പരിപാടികളൊക്കെ. സോ നൈസാണ്. ഞാൻ
പിന്നെ പോകുന്ന വഴിക്ക് ജസ്റ്റ് കണ്ടപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു തന്നെ. സോ നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടുത്തെ സ്റ്റോറുകളൊക്കെ അടച്ചടച്ച് വരുന്നു. പക്ഷെ മാക്സിമം ആ സൂപ്പർ മാർക്കറ്റ്, ഞാൻ നേരത്തെ കയറിയ സൂപ്പർ മാർക്കറ്റ് 11 മണി വരെ ഉണ്ട്. രാത്രി 11 മണി വരെയാണ് ആ സൂപ്പർ മാർക്കറ്റ് ഉള്ളത്. അതുകൊണ്ട് കുഴപ്പമില്ല. അവിടെ ഇപ്പം നമുക്കിപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഇപ്പം എന്തെങ്കിലുമൊക്കെ മേടിക്കണം എന്ന് തോന്നുമ്പോൾ ജസ്റ്റ് ബസ് പിടിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വരില്ല. ചില സൂപ്പർ മാർക്കറ്റ് മാക്സിമം XXX ഉണ്ട്, പലതാണ്. എക്സ് എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറുത് കുറച്ച് സംഭവങ്ങളുണ്ട്. XX എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി വലുതാണ്. XXX എന്ന് പറയുമ്പോൾ ഒരു ഹൈപ്പർ പോലെ എല്ലാ സംഭവങ്ങളും കിട്ടുന്നത്. ഇപ്പം ഡ്രസ്സും എല്ലാം, ഷൂസ്, അങ്ങനെ എല്ലാ ഐറ്റംസും കിട്ടും ഇവിടെ ഈ XXXൽ. സോ അത് 11 മണി വരെ ഉണ്ട് ഇവിടെ. അതുകൊണ്ട് അത്യാവശ്യ സാധനങ്ങളൊക്കെ കിട്ടും. പിന്നെ ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് പോവാം. ഞാനൊരു കോൾഗേറ്റ് മേടിച്ച്, ക്യാവിറ്റി പ്രൊട്ടക്ഷൻ സംഭവം കൊള്ളാൻ തോന്നുന്നു. ഇതിന് 99 സെൻറ്റാണ് റേറ്റ് വരുന്നത്. കുഴപ്പമില്ല, നല്ലതായിരിക്കും. പിന്നെ ഗൈസ്, ഇതാണ് നമ്മൾ മേടിക്കുന്ന അരി. ഇതിന് €1 29. പണ്ട് ഇതിന് 99 സെൻറ്റ് അങ്ങോട്ടാ ഉള്ളായിരുന്നു പറഞ്ഞത്. ഇതെന്ന് വെച്ചാൽ നാട്ടിലത്തെ ഒരു 130 രൂപ വരും. ഇതൊരു 800 ഗ്രാമാണ് വരുന്നത്. ഇത് 800 ഗ്രാമിൻ്റെ സംഭവമാണ്. നമ്മൾ തന്നെ മേടിക്കുക, കുഴപ്പമില്ല, നല്ലതാണ്. ഇതിനും കുറഞ്ഞ പ്രൈസിന് ഇവിടെ അരി കിട്ടൂല. സോ അപ്പോൾ ഇത് തന്നെ എടുക്കാം. അപ്പോൾ ഞാൻ സാധനം മേടിച്ച് പുറത്തിറങ്ങി, ബില്ലടിച്ച് പുറത്തിറങ്ങി. അപ്പോൾ ഞാൻ ഈ മാക്സിമയെ കുറിച്ച് ഞാൻ വേറെ ഒരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്യാം. ഇവിടുത്തെ വിലകൾ എങ്ങനെയാണ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ സെപ്പറേറ്റ് ഇതിന് വേണ്ടിയിട്ട് തന്നെ മൊത്തം എക്സ്പ്ലോർ ചെയ്യുന്നൊരു വീഡിയോ ചെയ്യാം. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വേറെ ഇനി വിശേഷങ്ങളായിട്ട് ഇനി അടുത്ത ദിവസം നമുക്ക് ഇനിയും കാണാം. സോ ബൈ.